നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചരിത്രത്തിലെ അത്യപൂർവമായ ഒരു ദുരന്ത വാർത്തയാണ് അമേരിക്കയിൽ നിന്നിപ്പോൾ പുറത്തേക്ക് വരുന്നത്. അമേരിക്കയിലെ ടെക്സസിൽ കെർ കൗണ്ടിയിൽ അതിശക്തമായ പേമാരിയും വലിയ വെള്ളപ്പൊക്കവും. കെർ കൗണ്ടിയിലെ കെർവിൽ എന്ന സ്ഥലത്താണ് അതിഭയാനകമായ വെള്ളപ്പൊക്കമുണ്ടായിരിക്കുന്നത്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഇതിനകം 24 പേർ മരിച്ചു, 20ഓളം പേരെ കാണാതായി. ഒരു വേനൽക്കാല ക്യാമ്പിൽ പങ്കെടുത്തിരുന്ന 20 പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെ കാണാനില്ല എന്നാണ് അധികൃതർ പറയുന്നത്. വെള്ളപ്പൊക്ക മേഖലയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. അതിഭയാനകമാണ് സ്ഥിതിഗതികളെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. സെൻട്രൽ കെർ കൗണ്ടിയിൽ രാത്രിയിൽ കുറഞ്ഞത് 10 ഇഞ്ച് 25 സെന്റിമീറ്റർ മഴ പെയ്തു. ഇത് ഗ്വാഡലൂപ്പ് നദിയിൽ വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമായി. 90 മിനിറ്റിനുള്ളിൽ 20 അടി ഉയരത്തിലേക്ക് വെള്ളം ഉയർന്നു കയറി. ഇന്ന് പുലർച്ചെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. വിദഗ്ധ ചികിത്സയ്ക്കായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചത്. പുലർച്ചെയുള്ള വിമാനത്തിൽ ഭാര്യ കമലയ്ക്കും സഹായികൾക്കൊപ്പവുമാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. US പോകുന്നതിന്റെ ഭാഗമായി ചുമതലകൾ ആരെയും മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടില്ല. പകരം ഇനി അമേരിക്കയിലിരുന്ന് കേരള ഭരണം നിയന്ത്രിക്കുമെന്നാണ് വാർത്തകൾ. സംസ്ഥാന ഭരണം ഓൺലൈനായി മുഖ്യമന്ത്രി നേരിട്ട് നിർവഹിക്കും. ആവശ്യമെങ്കിൽ മന്ത്രിസഭാ യോഗത്തിലും ഓൺലൈനായി പങ്കെടുക്കും. ഫയലുകൾ ഈ ഓഫീസ് വഴി കൈകാര്യം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകൾ ഒരു വശത്ത്. കുത്തഴിഞ്ഞ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള തുറന്നുപറച്ചിലാണ് ഡോക്ടർ ഹാരിസ് നടത്തിയത്. ഉപകരണങ്ങളില്ല, മരുന്നില്ല, മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പോലും ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദുവെന്ന യുവതി മരിച്ച് മണിക്കൂറുകൾക്കകമാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി തുടർ ചികിത്സയ്ക്കായി US പുറപ്പെട്ടിരിക്കുന്നത്. ഇനി 10 ദിവസത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ US മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. സമാനതകളില്ലാത്ത ദുരന്തം നേരിടുകയാണ് മറുവശത്ത് അമേരിക്ക. ഇപ്പോൾ ടെക്സസ് വെള്ളപ്പൊക്കം തന്നെയാണ് അമേരിക്ക അലട്ടുന്ന മുഖ്യ പ്രശ്നം. ഹണ്ട് എന്ന ചെറുപട്ടണത്തിലെ ഗ്വാഡലൂപ്പ് നദിക്കരയിൽ ഒരു വേനൽക്കാല ക്യാമ്പ്, ക്രിസ്ത്യൻ ക്യാമ്പായ ക്യാമ്പ് മിസ്റ്റിക്കിൽ പങ്കെടുക്കുകയായിരുന്നു നിരവധി പെൺകുട്ടികൾ. പുലർച്ചെ 1:30 മണിയോടെ കൊടുങ്കാറ്റാഞ്ഞു വീശി. തുടർന്ന് രക്ഷാപ്രവർത്തകർ എത്തിയപ്പോൾ കാണുന്നത് തകർന്ന ക്യാമ്പും പരിസരവും. ക്യാമ്പ് പൂർണ്ണമായും തകർന്നു. നിരവധി പെൺകുട്ടികൾ വെള്ളത്തിൽ ഒലിച്ചുപോയി. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് അധികൃതർ പറയുന്നത്. നാഷണൽ വെതർ സർവീസ് സാൻ അന്റോണിയോ ഓഫീസിലെ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് റിവർ ഗേജിൽ ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ 22 അടി വർധനവ് രേഖപ്പെടുത്തിയെന്നാണ്. മരണത്തിന്റെ കറുത്ത മതിലാണ് രാത്രിയിൽ പെയ്തിറങ്ങിയത് എന്ന് അധികൃതർ വിശേഷിപ്പിക്കുന്നു. അതിഭയാനകമെന്നാണ് ഈ വെള്ളപ്പൊക്കത്തെ അധികൃതർ പറയുന്നത്. ഇക്കഴിഞ്ഞ മാസം 18-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ടെക്സസിലെ ഹൂസ്റ്റൺ എന്ന സ്ഥലത്ത് ഞാൻ പോയിരുന്നു. ഹൂസ്റ്റണിൽ നിന്ന് ഏകദേശം 4 മണിക്കൂർ അകലെയാണ് സാൻ അന്റോണിയോയ്ക്കപ്പുറമുള്ള കെർ കൗണ്ടി. ഹൂസ്റ്റണിൽ താമസിച്ചപ്പോൾ സാൻ അന്റോണിയോ ഒന്ന് പോയി കാണണമെന്നൊക്കെ വലിയ ആഗ്രഹം തോന്നിയിരുന്നു. പ്രകൃതി രമണീയമായ പ്രദേശമാണ് സാൻ അന്റോണിയോ. സാൻ അന്റോണിയോയ്ക്കടുത്താണ് ഓസ്റ്റിൻ എന്ന ടെക്സാസിന്റെ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പുലർച്ചെ 1 മണിയോടെ അധികൃതർ കെർ കൗണ്ടിയിൽ ഒരു വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകി. തുടർന്ന് കെർ കൗണ്ടിയിൽ പുലർച്ചെ 4 മണിയോടെ കൂടുതൽ ഗുരുതരമായ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് തുടർന്നും നൽകി. അമേരിക്ക വേനൽക്കാലം ആസ്വദിക്കുന്ന തിരക്കിലാണ്. രാജ്യത്തുടനീളമുള്ള മറ്റുള്ളവർ പരേഡുകളിൽ പങ്കെടുക്കുകയും വെടിക്കെട്ട് ആസ്വദിക്കുകയും ബാർബിക്യൂകൾ ആസ്വദിക്കുകയും ചെയ്യുന്ന കാലഘട്ടം. എന്നാൽ ടെക്സസിലെ ചില കുടുംബങ്ങൾ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ ഓർത്ത് കരയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും നിരവധി ആളുകളെക്കുറിച്ച് വിവരമില്ല എന്ന് അധികൃതർ പറയുന്നു. ക്യാമ്പ് മിസ്റ്റിക്കിൽ പങ്കെടുത്തിരുന്ന ഏകദേശം 23 പെൺകുട്ടികളെ കാണാനില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും പെൺകുട്ടികൾക്ക് വേണ്ടി പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് പരിശോധനകൾ തുടരുന്നു. കെർ കൗണ്ടിയിലെ താമസക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം തേടണമെന്ന് അധികൃതർ പറഞ്ഞു. പ്രദേശത്ത് അപകടകരമായ വെള്ളപ്പൊക്ക സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിരവധി ഏജൻസികൾ രക്ഷാപ്രവർത്തനങ്ങൾക്കായി സജീവമാണ്. നിരവധി വീടുകൾ ഇതിനകം തന്നെ അധികൃതർ ഒഴിപ്പിച്ചു. ഹിൽ കൺട്രിയെ ബാധിച്ച കഠിനമായ കാലാവസ്ഥയെ നേരിടാൻ ടെക്സസ് നാഷണൽ ഗാർഡ്, US കോസ്റ്റ് ഗാർഡ്, ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി എന്നിവ സഹായങ്ങൾ സജീവമാക്കി. ഹണ്ടിലും കെർവിക്കിലുമൊക്കെ അവർ തിരച്ചിൽ സജീവമാക്കി.
ദുരിതബാധിത പ്രദേശങ്ങളിൽ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുന്നുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന കെർക്ക് കൗണ്ടിയിലേക്ക് സഹായത്തിനായി ഹ്യൂസ്റ്റൺ അഗ്നിശമന വകുപ്പ് ധാരാളം ഉദ്യോഗസ്ഥരെയും അഗ്നിരക്ഷാ വാഹനങ്ങളുമൊക്കെ ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ നിരവധി പേരെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുന്ന കാഴ്ചകളാണ് അമേരിക്കൻ മാധ്യമങ്ങളിൽ നിറയെ. തകർന്ന ക്യാമ്പ് മിസ്റ്റിക് മേഖലയിൽ നിന്ന് ക്യാമ്പിൽ പങ്കെടുത്തവരെയും മറ്റുള്ളവരെയുമൊക്കെ ഒഴിപ്പിക്കുന്ന തിരക്കിലാണ് രക്ഷാപ്രവർത്തകർ. ടെക്സസ് പാർക്കുകളുടെയും വന്യജീവി വകുപ്പിൻ്റെയും ഭാഗമായ വാർഡന്മാർ ഇപ്പോൾ ക്യാമ്പ് മിസ്റ്റിക് മേഖല കേന്ദ്രീകരിച്ച് വലിയ തോതിൽ സഹായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ട്രക്കുകളിൽ പ്രത്യേക കിടക്കകൾ വിരിച്ചാണ് ക്യാമ്പ് മിസ്റ്റിക്കിൽ പങ്കെടുത്ത കുട്ടികളെ രക്ഷിച്ച് ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നത്. ടെക്സസിലെ ഹണ്ട് മേഖലയിലെ നിരവധി കുടുംബങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞുപോയതായി അധികൃതർ പറയുന്നു. ക്യാമ്പ് മിസ്റ്റിക്കിന്റെ ഭാഗമായി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വെവ്വേറെ ക്യാമ്പുകൾ അവിടെ സജ്ജമാക്കിയിരുന്നു. ഇൻഗ്രാമിലുള്ള ഒരു പുനഃസംഘടനാ കേന്ദ്രത്തിലേക്ക് രക്ഷപ്പെടുത്തിയ ആളുകളെ നിറച്ച സ്കൂൾ ബസ്സുകളും ട്രക്കുകളുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. ക്യാമ്പ് മിസ്റ്റിക്കിൽ നിന്ന് കാണാതായ 23 പെൺകുട്ടികൾക്കായുള്ള തിരച്ചിൽ ശക്തമാക്കി. രക്ഷാബോട്ടുകൾ, മറ്റ് യൂണിറ്റുകൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ച് ശക്തമായ പരിശോധനകൾ തുടരുന്നു. അപകടത്തിൽപ്പെട്ടത് കൊച്ചു പെൺകുട്ടികളാണ്. വൈകാരികമായി പലരും പ്രതികരിക്കുന്നു. വലിയ മാനസിക വിക്ഷോഭമാണ് രക്ഷപ്പെട്ട പെൺകുട്ടികൾ നേരിടുന്നത്. കെർക്ക് കൗണ്ടിയിൽ വെള്ളപ്പൊക്കത്തിൽ കുറഞ്ഞത് 24 പേർ മരിച്ചുവെന്ന് ഷെരീഫ് വ്യക്തമാക്കി. പ്രദേശത്തൊരു ദുരന്ത പ്രഖ്യാപനം പുറപ്പെടുവിച്ചതായി ടെക്സസ് ഗവർണർ ഗ്രെഗ് ആബട്ട് പറയുന്നു. മധ്യ ടെക്സസിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച കൗണ്ടികൾ ബന്ധേര, കോമൽ, കോഞ്ചോ, ഗില്ലസ്പി, കെൻഡാൽ, ഖർ, കിംബോൾ, ലാനോ, മേസൺ, മക്കല്ലോ, മെനാഡ്, റീവ്സ്, സാൻ സാബ, ടോം ഗ്രീൻ എന്നിവയ്ക്കാണ് ഇപ്പോൾ പ്രഖ്യാപനം. കെർക്ക് കൗണ്ടിയിൽ വെള്ളപ്പൊക്കമുണ്ടായതിനെ തുടർന്ന് ഇതുവരെ 237 പേരെ രക്ഷപ്പെടുത്തിയതായി രക്ഷാപ്രവർത്തകർ പറയുന്നു. ടെക്സാസിൽ ഇപ്പോൾ രാത്രി സമയമാണ്. കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ രാത്രി മുഴുവൻ തുടരുമെന്ന് ഗവർണർ പറഞ്ഞു. രാത്രിയുടെ ഇരുട്ടിലും നമ്മൾ തിരച്ചിൽ തുടരും. രാവിലെ സൂര്യനുദിക്കുമ്പോൾ അവ സംഭവിച്ചിരിക്കും. രാത്രിയുടെ ഇരുട്ടിൽ നമ്മൾ രക്ഷാപ്രവർത്തനം തുടരും. രാവിലെ സൂര്യനുദിക്കുമ്പോൾ കാണാതായ എല്ലാവരെയും കണ്ടെത്താൻ അവർ നിരന്തരം പരിശ്രമിക്കും. മധ്യ ടെക്സസിലെ വെള്ളപ്പൊക്കത്തെ ഭയാനകമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഫെഡറൽ സർക്കാർ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. ഇത് ഭയാനകമാണ്. വെള്ളപ്പൊക്കമോ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. എത്ര പേർ മരിച്ചുവെന്ന ചോദ്യത്തിന് പോലും ഉത്തരമില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ടെക്സസിൽ ദുരിതമനുഭവിക്കുന്നവരെ ഞങ്ങൾ പരിപാലിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ തെക്കൻ മധ്യ ടെക്സസിൽ 4 മുതൽ 8 ഇഞ്ച് വരെ വ്യാപകമായ മഴ പെയ്തു. ചില സ്ഥലങ്ങളിൽ ഇത് 15 ഇഞ്ച് വരെ ശക്തമായി ആർത്തു പെയ്തു. ഒന്നിലധികം വെള്ളപ്പൊക്ക അടിയന്തരാവസ്ഥകൾക്ക് ഇത് കാരണമായി എന്ന് വിദഗ്ധർ പറയുന്നു. വലിയ പേമാരിക്ക് ശേഷം ആ പ്രദേശത്ത് കൊടുങ്കാറ്റുകൾ ദുരിതബാധിത പ്രദേശങ്ങളിൽ അതിശക്തമായി ആഞ്ഞുവീശി. ഇതും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചും ആശങ്ക രേഖപ്പെടുത്തിയും നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നു. ടെക്സസിലെ ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. നിരവധി ഹെലികോപ്റ്ററുകളും 500ഓളം രക്ഷാപ്രവർത്തകരും രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമായി ഈ രാത്രി അവരുടെ പ്രവർത്തനങ്ങൾ തുടരുന്നു. അതിഭയാനകമെന്ന് ട്രംപ് വിശേഷിപ്പിച്ച അപൂർവമായ ദുരന്തമാണ് അമേരിക്കയിലെ ടെക്സാസ് മേഖല ഇപ്പോൾ നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.